സ്ക്രീനിൽ ഇടതുവശത്ത് കാണുന്ന ബബൂണും വലതുവശത്ത് കാണുന്ന ഗൊറില്ലയും തമ്മിൽ സാമ്യമുള്ളതായി ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് തോന്നാം. കാണുമ്പോൾ സാമ്യമുണ്ടെങ്കിലും അവ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. മുഖം കാണുമ്പോൾ കുരങ്ങും ആൾക്കുരങ്ങും ഒരുപോലെയുണ്ടെങ്കിൽ പിന്നെന്താണ് വ്യത്യാസം? പക്ഷേ ആധുനിക പ്രൈമേറ്റുകളെ വേർതിരിക്കുന്ന മറ്റു നിരവധി ഘടകങ്ങളുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന പ്രൈമേറ്റുകളിൽ ഈ വ്യത്യാസം വളരെ എളുപ്പത്തിൽ കണ്ടെത്താം. ഒട്ടുമിക്ക കുരങ്ങുകൾക്കും വാലുകളുണ്ട്. ചിലരുടെ വാലുകൾക്കും പ്രത്യേകതയുണ്ട്. ചില കുരങ്ങുകൾ വാലുകൊണ്ട് വസ്തുക്കൾ എടുക്കുകയും മരത്തിൽ തൂങ്ങിയാടുകയും ചെയ്യുന്നു. അവ കൈകളും കാലുകളും സഞ്ചാരത്തിന് ഉപയോഗിക്കുന്നു. ഏകദേശം ഒരേ വലുപ്പമുള്ള കൈകാലുകളും വഴക്കമുള്ള നട്ടെല്ലുമാണ് കുരങ്ങുകൾക്കുണ്ടാവുക. കുരങ്ങന്മാരെ അവർ ജീവിക്കുന്ന സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ പഴയ ലോകത്തെ കുരങ്ങുകൾ എന്നും പുതിയ ലോകത്തെ കുരങ്ങുകൾ എന്നും ശാസ്ത്രജ്ഞർ വേർതിരിക്കുന്നുണ്ട്. പഴയ ലോകത്തെ കുരങ്ങുകൾ ആഫ്രിക്കയിലും ഏഷ്യയിലുമാണ് കാണപ്പെടുന്നത്. പുതിയ ലോകത്തെ കുരങ്ങുകൾ മധ്യ തെക്കൻ അമേരിക്കയിലാണുള്ളത്. പഴയ ലോക കുരങ്ങുകളെ ആഫ്രിക്കൻ യുറേഷ്യൻ കുരങ്ങുകൾ എന്നും പുതിയ ലോക കുരങ്ങുകളെ നിയോട്രോപ്പിക്കൽ കുരങ്ങുകൾ എന്നുമാണ് വിളിക്കുന്നത്. അതേസമയം ആൾക്കുരങ്ങുകൾക്ക് വാലുകൾ ഉണ്ടാവില്ല. അവയുടെ ഓർത്തോഗ്രേഡ് ശരീരഘടന അവയെ നിവർന്നു നിൽക്കാൻ അനുവദിക്കുന്നു. അവയുടെ കാലുകൾക്ക് നീളം കൂടുതലും കൈകൾ ചെറുതുമായിരിക്കും. കൂടാതെ ആൾക്കുരങ്ങുകളുടെ തലച്ചോറ് കുരങ്ങുകളുടേതിനേക്കാൾ വലുതായിരിക്കും. ഇത് ആൾക്കുരങ്ങുകളുടെ ബുദ്ധിശക്തിയിൽ പ്രതിഫലിക്കും. കുരങ്ങുകളുടെയും ആൾക്കുരങ്ങുകളുടെയും ബുദ്ധിശക്തി വലിയ വ്യത്യാസമുള്ളതായി സ്മിത്തോണിയൻ ദേശീയ മൃഗശാലയിലെ ക്യൂറേറ്ററായ ബെക്കി മലൻസ്കി പറയുന്നു. കുരങ്ങുകൾക്ക് സങ്കീർണമായ ചിന്താശേഷി ഉണ്ടെങ്കിലും ആൾക്കുരങ്ങുകളേക്കാൾ വൈജ്ഞാനിക ശേഷി കുറവാണ്, ബെക്കി പറഞ്ഞു. ശരീര വലുപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ ആൾക്കുരങ്ങുകളെ വേർതിരിക്കാം. ആഫ്രിക്കയിൽ ജീവിക്കുന്ന ചിമ്പാൻസികളും ഈസ്റ്റേൺ ഗൊറില്ലകളും വെസ്റ്റേൺ ഗൊറില്ലകളും ബോണോബോസുമെല്ലാം വലുതാണ്. തെക്കുകിഴക്കൻ ഏഷ്യയിൽ വസിക്കുന്ന ഗിബ്ബണുകളും സിയാമാങ്ങുകളും ചെറിയ ആൾക്കുരങ്ങുകളാണ്. കുരങ്ങും ആൾക്കുരങ്ങും ജനിതക വ്യത്യാസം ഇവ രണ്ടിൻ്റെയും പരിണാമ ചരിത്രം പരിശോധിക്കുമ്പോൾ ജനിതക വ്യത്യാസം വളരെ അവ്യക്തമാണെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ആഴത്തിലല്ലാതെ പരിശോധിക്കുമ്പോൾ വ്യത്യാസം കണ്ടെത്തൽ എളുപ്പമാണ്. പക്ഷേ അത് നിലവിൽ ഭൂമിയിലുള്ള കുരങ്ങുകളുമായി മാത്രം ബന്ധപ്പെട്ടതാണ്. ന്യൂയോർക്കിലെ അമേരിക്കൻ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററിയിലെ ബയോളജിക്കൽ നരവംശാസ്ത്രത്തിലെ മുതിർന്ന ഗവേഷണ ശാസ്ത്രജ്ഞയായ സെർജിയോ അൽ മെസിജ പറയുന്നു, കുരങ്ങുകളും ആൾക്കുരങ്ങുകളും അവയുടെ പൊതുപൂർവികനിൽ നിന്ന് 23 ദശലക്ഷം വർഷങ്ങൾക്കും 34 ദശലക്ഷം വർഷങ്ങൾക്കും ഇടയിലുള്ള കാലത്ത് വേർപിരിഞ്ഞുവെന്നാണ് 2013 നേച്ചർ ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനം പറയുന്നത്. തെക്കു പടിഞ്ഞാറൻ ടാൻസാനിയയിലെ റുക്വ റിഫ്റ്റ് ബെനിസിനിയിൽ നിന്ന് കണ്ടെത്തിയ ഫോസിലുകളിൽ നിന്നാണ് ഈ വിവരം ലഭിച്ചത്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളിൽ പ്രൈമേറ്റുകൾ എങ്ങനെ പരിണമിച്ചു എന്നതിൽ കൂടുതൽ വിവരങ്ങൾ ആവശ്യമാണ്. ജനിതക വ്യത്യാസം നമ്മൾ കരുതുന്നതിലും കൂടുതലാണ്, പക്ഷേ വിശദമായ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല, സെർജിയോ അൽ മെസിജ പറയുന്നു.